കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരവും മകന് സർക്കാർ ജോലിയും നൽകണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ അനാസ്ഥയുടെ ഇരയാണ് ബിന്ദു. അതേസമയം ബിന്ദുവിന്റെ മകൾ നവമിയെ തുടർ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. വിദഗ്ധ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിലാണ് ഇനിയുള്ള ചികിത്സ. തലയോലപ്പറമ്പിലെ ബിന്ദുവിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയെന്നും കൂടെയുണ്ടാകുമെന്ന ഉറപ്പു നൽകി. ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ, മകൻ നവനീത് എന്നിവരായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ബിജെപി സംസ്ഥാന സെക്രട്ടറി ഷോൺ ജോർജ്, കോട്ടയം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ എന്നിവരൊപ്പമുണ്ടായിരുന്നു. 25 ലക്ഷം രൂപയുടെ സഹായം സർക്കാർ പ്രഖ്യാപിക്കണമെന്നും മകന് ജോലി നൽകണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ അനാസ്ഥയുടെ ഇരയാണ് ബിന്ദു. ഇവിടെ തകർന്നു വീണത് ആരോഗ്യരംഗത്തെ കേരള മോഡലാണെന്നും രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. മിനിമം 25 ലാക്സിന്റെ 25 ലക്ഷത്തിന്റെ ഒരു കോമ്പൻസേഷൻ മിനിമം, മോന് സർക്കാർ ഒരു ജോലി, ഇത് മിനിമം ഒരു കോമ്പൻസേഷൻ സംസ്ഥാന സർക്കാർ ചെയ്യണം. ഇതെല്ലാം നടക്കുന്നത് അനാസ്ഥേൻ്റെ ഏറ്റവും വലിയൊരു ലെവലിലെത്തിയ ഒരു സ്ഥിതിയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നതെല്ലാം. ന്യൂറോ സംബന്ധമായ ചികിത്സയിലായിരുന്ന ബിന്ദുവിന്റെ മകൾ നവമിയെ തുടർ ചികിത്സയ്ക്കായി ഇന്ന് രാവിലെ വീണ്ടും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശസ്ത്രക്രിയയും നടത്തേണ്ടതുണ്ട്. വിദഗ്ധ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിലായിരിക്കും ഇനിയുള്ള ചികിത്സ. നവനീതിന് പഠിച്ച കോഴ്സായ ബിടെക് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട ജോലി തന്നെ ലഭിച്ചിരുന്നെങ്കിൽ കൂടുതൽ നന്നായനെയെന്ന് വിശ്രുതൻ പറഞ്ഞു. പഠിച്ച ജോലി കിട്ടുവാണെങ്കിൽ ഒരു ആശ്വാസമായിരിക്കും എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയായിരുന്നത്. അത് എപ്പോഴും അപേക്ഷിക്കാം. മറ്റേതിനകത്ത് നമുക്ക് പറ്റത്തില്ല, അതുകൊണ്ടാണ് നമുക്കൊന്നും പറ്റത്തില്ല. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് ഉള്ളിൽ കുടുങ്ങിയ ബിന്ദു മരിച്ചത്. മകളുടെ ചികിത്സയ്ക്കെത്തിയതായിരുന്നു ബിന്ദു. ജനം, കൊച്ചി.